ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ 2025 നടന്ന എക്സാമിൽ ചോദിച്ച മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ നേരത്തെയൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഈ 2025 മാത്സിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഏജ് എന്നല്ലേ, ഏജ് എന്നൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നേരത്തെയും വർഷം നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഏജ് ഓഫ് ഫാദർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ സൺ. 10 years hence the age of father will be 3 times the age of younger son. If the difference of ages of two sons is 15 years, what is the age of the father? മൂന്ന് പേരെ പറ്റിയാണ് പറയുന്നത്. ഫാദർ ഉണ്ട്, രണ്ട് മക്കളുണ്ട് അല്ലെ, S1 S2. ഇത് എൽഡർ, ഇത് യങ്ങർ. ഓക്കെ, ഇനി ആ രണ്ടുപേരെ പറ്റി പറഞ്ഞ ഫാദർ ഈസ് ട്വൈസ്, എൽഡർ സണ്ണിനെക്കാട്ടിൽ ട്വൈസ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ 10 years കഴിയുമ്പം ഫാദറിന്റെ ഏജ് 3 times the age of younger son ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് ടു സൺ ഈസ് 15 അല്ലെ, രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം, ഇപ്പം ഒരു സണ്ണിന്റെ, അതായത് എൽഡർ സണ്ണ് എക്സ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത യങ്ങർ സൺ എത്ര ആയിരിക്കും? ഈ എക്സിനെ കാട്ടില് 15 വയസ്സ് കുറവായിരിക്കും അല്ലെ. അതായത് അവര് തമ്മിലുള്ള ഡിഫറൻസ് 15 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എൽഡർ സണ്ണിന്റെ വയസ്സ് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്യാം. ഒരു വേരിയബിൾ നമ്മളിപ്പോ പല S1 S2 എന്നൊക്കെ എഴുതാതെ ഒരു വേരിയബിൾ എഴുതാൻ പറ്റിയാൽ നമുക്ക് വേഗം സോൾവ് ചെയ്യാം. ഓക്കെ, എൽഡർ സണ്ണിന്റെ വയസ്സ് എക്സ് എന്ന് ഞാൻ അസ്യൂം ചെയ്താൽ അടുത്ത ആളുടെ വയസ്സ് എന്തായിരിക്കും? എൽഡറിനെക്കാട്ടിൽ 15 വയസ്സ് കുറവാണ്. അപ്പൊ X - 15 ആണ്. അത് കിട്ടി. ഇനി തുടക്കത്തിൽ പറയുന്നത് എന്താ? ഫാദറിന്റെ ഏജ് ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ സൺ. എൽഡർ സണ്ണിന്റെ വയസ്സ് എന്താണോ അതിന്റെ 2 ഇരട്ടിയാണ് ഫാദറിന്റെ. അപ്പൊ ഫാദറിന്റെ എന്താ? എൽഡർ സൺ ഞാൻ എക്സ് എന്നാ കൊടുത്തേക്കുന്നത്, അപ്പൊ 2x ആയിരിക്കും അല്ലെ. ഇത് പ്രസന്റിലെ കാര്യമാണ് ഇവർ ഈ പറഞ്ഞത്. ഇനി അടുത്തത് 10 years ആഫ്റ്റർ, 10 years കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുക. അപ്പൊ പ്രസന്റിലെ വയസ്സ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ 10 വർഷത്തിന് ശേഷമുള്ള വയസ്സ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? ഫാദറിന്റെ വയസ്സ് എന്ത് പറയാം? 2x + 10 അല്ലെ. ആഫ്റ്റർ 10 years, 10 വർഷം കഴിയുമ്പം ഫാദറിന്റെ വയസ്സ് എന്താണ്? 2x + 10 കൂടെ കൂട്ടണം. ഇനി ഈ ഫസ്റ്റ് എൽഡർ സണ്ണിന്റെയോ x + 10 ആയി. ഇനി ഈ യങ്ങർ സണ്ണിന്റെയോ X - 15 കൂടെ ഒരു 10 കൂടെ കൂട്ടുക, അതായത് X - 5 എന്ന് കിട്ടും അല്ലെ. X - 5 ക്ലിയർ അല്ലേ? അങ്ങനെ 3 പേരുടെയും 10 വർഷത്തിന് ശേഷമുള്ള എക്സിലുള്ള ഏജ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അവർ പറയുന്നത് എന്താ? 10 years ആഫ്റ്റർ ഏജ് ഓഫ് ഫാദർ വിൽ ബി 3 times the ഏജ് ഓഫ് യങ്ങർ സൺ അല്ലെ. ഫാദറിന്റെ ഏജ് 3 times എന്താ? യങ്ങർ സണ്ണിന്റെ ഏജിന്റെ 3 ഇരട്ടിയാണെന്ന്. ഓക്കെ, ഫാദറിന്റെ എക്സിൽ പറഞ്ഞ നമ്മൾ അങ്ങനെയായിരുന്നു, 2x + 10 10 വർഷത്തിന് ശേഷം ഈക്വൽ ടു 3 × X - 5. ഇപ്പൊ എക്സിലൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. പിന്നെ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്. 2x + 10 വിൽ ബി ഈക്വൽ ടു 3x - 15. ഓക്കെ, ഇനി ഈ എക്സ് ഇങ്ങി വന്നാൽ 3x - 2x ഈ -15 ഇപ്പുറത്ത് പോയാൽ പ്ലസ് ആകും അല്ലെ. 10 + 15 ദാറ്റ് ഈസ് x വിൽ ബി ഈക്വൽ ടു 25. എക്സിന്റെ വാല്യൂ 25 കിട്ടി. ഇനി അത് തന്നെയാണോ നോക്കി ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഫാദർ? ഏജ് ഓഫ് ഫാദർ പ്രസന്റ് അല്ലെ. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഫാദർ? പ്രസന്റ് ആണ് നമുക്ക് വേണ്ടത്. പ്രസന്റ് ഫാദറിന്റെ ഏജ് എന്താ? 2x ആണ്. സോ 2 × 25 50 years. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ 50 years. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. A woman walks 100 meters towards north. Then she turns to her left and walks 50 meters. Again turns left and walks 120 meters. Finally she turns to her right at an angle of 45 degrees and start walking. In which direction is the woman walking now? Okay, അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് നമ്മൾ ഇതൊന്ന് എഴുതി വെച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ ലെഫ്റ്റും റൈറ്റും ഒക്കെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ആ ലെഫ്റ്റും റൈറ്റും കൂടെ നിങ്ങളൊന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കി പോകാം. ഓക്കെ, ഇപ്പൊ നോർത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ്,
ഇത് റൈറ്റ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ എഴുതി വരാം. L 6, L ഇത് 6, L 6. ഓക്കെ ഓക്കെ. ഇനി എന്താ പറയണ്ടേ? എ വുമൺ വാക്സ് 100 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. നോക്കിയേ, നോർത്തിലോട്ട് 100 മീറ്റർ ട്രാവൽ ചെയ്തു. നോർത്ത് ഇങ്ങോട്ട് അല്ലെ, നോർത്തിലോട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. 100 മീറ്റർ പോയി. ദെൻ ഷീ ടേൺസ് ടു ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ഇങ്ങോട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി പറയാം അല്ലെ, നമ്മൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇവിടെ നിന്ന് നോർത്തിലോട്ടാണെങ്കിൽ ലെഫ്റ്റ് എങ്ങോട്ടാണ് എന്ന് ആലോചിക്കാം. ലെഫ്റ്റിലോട്ട് പോയി. ദെൻ എന്താ, ആൻഡ് വാക്ക് 50 മീറ്റർ വാക്ക് ചെയ്തു. ആൻഡ് എഗെയിൻ ടേൺ ലെഫ്റ്റ്, അതായത് ഇങ്ങോട്ട് ഇരിക്കുക, ലെഫ്റ്റ് താഴോട്ട് അല്ലെ, ലെഫ്റ്റിലോട്ട് പോയി. എഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 120 മീറ്റർ. 120 എന്ന് പറയുമ്പോൾ ഈ 100 കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. ഓക്കെ, ഇത്രയും 100 അല്ലേ, സോ 120 പോയി. ഫൈനലി ഷീ ടേൺസ് ടു ഹർ റൈറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. അപ്പൊ താഴോട്ട് വന്നിട്ട് റൈറ്റ് ഈ ഡയറക്ഷനാണ്. അപ്പൊ റൈറ്റിലേക്ക് 45 ഡിഗ്രി അല്ലെ, ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ, അതിന്റെ പകുതി 45 ഡിഗ്രി ഇങ്ങോട്ട് പോയി. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് വന്ന് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്, റൈറ്റിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞു അല്ലെ. ഇത് ഇങ്ങനെ ശരിയാണെങ്കിൽ 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പൊ 45 ഡിഗ്രി പറഞ്ഞാൽ ഇത്രയും. ഓക്കെ, 45 ഡിഗ്രി തിരിഞ്ഞു. ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ വുമൺ വാക്കിംഗ് നൗ? ഇപ്പം ഏത് ഡയറക്ഷൻ ആണ്? അപ്പൊ ഇത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു നോക്കിയേ. NESW അല്ലെ, ഏത് ഡയറക്ഷനാ? നമ്മൾ പറയുന്നത് ഈ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ ഇതൊക്കെ ഏതാ പറയേണ്ടത്? നോർത്ത് ഈസ്റ്റ്. ഇതോ സൗത്ത് ഈസ്റ്റ്. ഇത് സൗത്ത് വെസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ്. അപ്പൊ അതുപോലെ നോക്കി, ഇത് നോർത്തിനും വെസ്റ്റിനും ഇടയിലായിട്ടുള്ളതാണ്. സോ നമ്മൾ ഡയറക്ഷൻ പറയേണ്ടതാണ് നോർത്ത് വെസ്റ്റ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 4 നോർത്ത് വെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Speed of boat in still water is 10 km/h. If it can travel 26 km downstream and 14 km upstream in the same time, find the speed of the stream. ഓക്കെ, അപ്പം ഈ ഒരു ഇത് ബോട്ട് ആൻഡ് സ്ട്രീംസ് അല്ലെ, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? 4 ടേംസ് ആണ് നമുക്കുള്ളത് അല്ലെ. നമ്മളിപ്പോ സാധാരണ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറയാറ് എന്താണ്? സ്പീഡ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു. നമ്മൾ ഇക്വേഷൻ പഠിക്കും അല്ലെ. സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇതുമെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ബോട്ട് ആൻഡ് സ്ട്രീംസ് വരുമ്പം ഇത് കൂടാതെ നമ്മളൊരു 4 സ്പീഡുകളുടെ ഇക്വേഷൻസും കൂടെ പഠിക്കാനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡ് എന്താണ്? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അത് ഡിനോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി വേറെ ലെറ്ററിലാണ് പഠിച്ചു വെച്ചെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നു സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എക്സ്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സ്ട്രീം, അതായത് ആ ഒരു നദിയുടെ സ്പീഡ് അല്ലെങ്കിൽ ഒഴുക്ക് എന്നൊക്കെ പറഞ്ഞത് y എന്നും പറയുക. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടുവേർഡ്സ് ദ കറന്റ്, അതായത് ഒഴുക്കിന്റെ കൂടെയുള്ള, ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്നതാണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനെ ലെറ്ററിനെ D എന്ന് പറയാം. അതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്സ്ട്രീം സ്പീഡ്. എന്താണ് അപ്സ്ട്രീം സ്പീഡ്? ഒഴുക്കിന് എതിരെ, എഗൻസ്റ്റ് ദ കറണ്ടിന് ഒഴുക്കിന്റെ എതിർ ദിശയിലേക്ക് വരുന്നതിനാണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് അത് U ആണ്. ഓക്കെ, ആലോചിച്ച് നോക്കിയേ. ഡൗൺ സ്ട്രീം സ്പീഡ് ഒഴുക്കിന്റെ കൂടെ, അപ്പൊ നല്ല സ്പീഡ് ആയിരിക്കത്തില്ലേ? അപ്പൊ നമ്മുടെ D കണ്ടുപിടിക്കുന്നത് ഈ x+y, ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും, x+y. അതേപോലെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ, അത് കുറച്ച് പാടല്ലേ, നമുക്ക് അങ്ങനെ പോകാനായിട്ട് കുറച്ച് പാടാണ് അല്ലെ. അങ്ങനെ ചിന്തിക്കുക, x-y ആണ്. ക്ലിയർ ആണോ? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ x+y, അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ x-y. അതുപോലെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അല്ലെ, എക്സ് എന്ന് പറഞ്ഞാൽ D+U/2 ആണ്. അതായത് നമ്മുടെ അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും ആവറേജ് ആണ് നമുക്ക് സ്റ്റിൽ വാട്ടറിന്റെ എന്ന് പറയാം. അതുപോലെ തന്നെ സ്ട്രീം y എന്ന് പറഞ്ഞാൽ എന്താ? D-U/2 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ 4 ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കാം. ഡൗൺ സ്ട്രീം സ്പീഡിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ബോട്ട് ആൻഡ് എന്താണ്? ബോട്ടിന്റെ സ്പീഡും അതുപോലെ തന്നെ സ്ട്രീമിന്റെ സ്പീഡും, അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ്, അത് രണ്ടും അറിയണം. അതുപോലെ തന്നെ എന്താ? സ്റ്റിൽ വാട്ടറിന്റെ ഇക്വേഷൻ, സ്ട്രീമിന്റെ ഇക്വേഷൻ.
ക്ലിയർ അല്ലേ? അതുപോലെ ഇത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, അത് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 10 km/h എന്ന് പറഞ്ഞാൽ എക്സ് അല്ലെ, എക്സ് 10 km/h ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ട്രാവൽ 26 km ഡൗൺ സ്ട്രീം. ഒരാൾക്ക് 26 km ഡൗൺ സ്ട്രീം, ഇപ്പൊ ഇങ്ങോട്ട് ഡൗൺ സ്ട്രീം ആണെങ്കിൽ 26 km അങ്ങോട്ട് ഡൗൺ സ്ട്രീം പോകാനും 14 km അപ്സ്ട്രീം, അതായത് തിരിച്ച് എതിർ ദിശയിലേക്ക് 14 km അപ്സ്ട്രീം വരാനും എടുക്കുന്നത് സെയിം ടൈം ആണെന്ന്. ഓക്കെ, എങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്പീഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ വൈ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? ഡൗൺ സ്ട്രീം ഒരാൾ പോകുക ഏത് സ്പീഡിലായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡിൽ. ഇനി അപ്സ്ട്രീം ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഏത് സ്പീഡിലായിരിക്കും? അപ്സ്ട്രീം സ്പീഡിൽ. ഇവിടെ പറയുന്നത് എന്താണ്? ടൈം ഫോർ ഡൗൺ സ്ട്രീം, ഡൗൺ സ്ട്രീം പോകാനുള്ള, അതായത് 26 km ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈമും അതുപോലെ തന്നെ അപ്സ്ട്രീം എത്ര 14 km അപ്സ്ട്രീം പോകാനുള്ള ടൈം സെയിം ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, 26 km ഡൗൺ സ്ട്രീം പോകാന്ന് പറഞ്ഞാൽ 26 ബൈ എന്തെടുക്കണം? ഡൗൺ സ്ട്രീം പോകുന്നത് ഏത് സ്പീഡിലാണ്? ഡൗൺ സ്ട്രീം സ്പീഡിലാണ് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഡൗൺ സ്ട്രീം സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ, എക്സിന്റെ സ്ഥാനത്ത് 10 പ്ലസ് വൈ ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്. അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് എന്തായിരുന്നു? 10 മൈനസ് വൈ ആണ് അല്ലെ. അപ്പൊ വൈയിൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 26 ബൈ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് 10 പ്ലസ് വൈ. ഇനി ഇവിടെ അപ്സ്ട്രീം പോകാനുള്ള സമയം പറഞ്ഞേക്കുന്നത് അല്ലെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? ആ ഡിസ്റ്റൻസ് 14 km പോയി ബൈ അപ്സ്ട്രീം സ്പീഡ് 10 മൈനസ് വൈ. ക്ലിയർ ആണോ? ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 26 14, ഇത് കോമൺ ഉള്ളത് കട്ട് ചെയ്യാവല്ലോ. കട്ട് ചെയ്തേ, 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? ഇവിടെ 7 വന്നു, ഇവിടെ ആണെങ്കിൽ 13 വന്നു. ഇനി എന്ത് ചെയ്യണം? ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 13 into 10 minus y will be equal to 7 into 10 plus y. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് വൈയിൽ ഒരു ഇക്വേഷൻ കിട്ടും, അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, 130 minus 13y equal to 70 plus 7y ആണല്ലോ. ഇനി ഈ 70 ഇങ്ങി വരുമ്പോ എന്താ? 130 മൈനസ് 70 ഈക്വൽ ടു ഈ മൈനസ് 13y അപ്പുറത്ത് പോകുമ്പോൾ അത് പ്ലസ് ആയി. 7y പ്ലസ് 13y, ദാറ്റ് ഈസ് 20y ഈക്വൽ ടു 130 മൈനസ് 70 60. സോ ദാറ്റ് ഈസ് 20y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y വിൽ ബി ഈക്വൽ ടു 60 by 20 3 km/h. വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീം ആയിരുന്നു അല്ലെ, സ്ട്രീമിന്റെ, അതാ ചോദിച്ചേക്കുന്നത് സ്പീഡ് ഓഫ് ദ സ്ട്രീം. എന്താ ഓപ്ഷൻ? ഓപ്ഷൻ 3 km/h ആണ് കിട്ടിയേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് അത് നന്നായിട്ട് അതൊരു ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ഗിവൺ ബിലോ. സീരീസ് തന്നേക്കുവാണ്, ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഏത് നമ്പർ ആണെന്നാ കണ്ടുപിടിക്കാനുണ്ട് അല്ലെ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ, ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് മിക്സഡ് സീരീസ് ആണ്. അതായത് ഒരു ചെറിയ നമ്പർ, വലിയ നമ്പർ, പിന്നെയും ചെറുത്, പിന്നെയും വലുത്, പിന്നെയും ചെറുത്, അങ്ങനെ അങ്ങനെ പോയേക്കുക. അതായത് മിക്സഡ് സീരീസ്, അതായത് 2 സീരീസ് ചേർത്ത് എഴുതിയേക്കുവാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ദാണ്ട ഈ 4 16, അത് കഴിഞ്ഞ് 36, അത് കഴിഞ്ഞ് 64, ഇവരാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെ. അതിനിടയ്ക്ക് ഇതാണ്ട് 27 125, അതിനുശേഷം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക്, അതിനുശേഷം കണ്ടത്, ഇങ്ങനെയാണ് ഈ റിലേഷൻ പോയേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കുമ്പം ഈ ഒരു നമ്പേഴ്സ്, ഓക്കെ, ഞാൻ നേരത്തെ തന്നെ സീരീസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും എന്താണ് സ്ക്വയറുകള്, ക്യൂബുകൾ, ഇതൊക്കെ ഒന്ന് കാണാൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് കാണാൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഇത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഏതൊക്കെ ക്യൂബ്, എന്തിന്റെയൊക്കെയോ ക്യൂബും സ്ക്വയറുകളും ഒക്കെ ആണെന്ന് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ 4 16 36 64 അതെല്ലാം സ്ക്വയറുകളാണ് എഴുതിയേക്കുന്നത്. അതായത് 2 സ്ക്വയർ, ഇത് വന്നിട്ട് 4 സ്ക്വയർ, ഇത് വന്നിട്ട് 6 സ്ക്വയർ, 8 സ്ക്വയർ അല്ലെ. ഇനി ഈ 27 അതൊരു ക്യൂബാ, അതേതിന്റെ ക്യൂബാ? 3 ക്യൂബ് അല്ലെ. ഇവിടെ വന്നിട്ടോ ഇത് 5 ക്യൂബ്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി ഇത് 9 ക്യൂബ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇങ്ങനെ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ, ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ് ആണ് എടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വരേണ്ട ഏതാണ്? 6 7, 7ന്റെ ക്യൂബ്. 7ന്റെ ക്യൂബ് എത്രയാണ്? 3 4 3. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് വരേണ്ടത് ഓപ്ഷൻ 1 3 4 3 ആണ്.
Clear alle? In a certain code language, 617 means sweet and hot. 735 means coffee is sweet. 263 means tea is hot. What is the code for coffee is hot? അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡിംഗ് ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് സ്വീറ്റ് ആൻഡ് ഹോട്ട്, ഇതിനെ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് 617. Then coffee is sweet, അതിനെ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് 735. Then tea is hot, അതിനെ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് 263. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ആണ്. ഈ രണ്ടെണ്ണത്തിലും കൂടെ കോമൺ ഏതുണ്ടെന്ന് നോക്കിയേ. സ്വീറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇതിൽ കോമൺ. അപ്പൊ ഇതിൽ കോമൺ വരുന്ന നമ്പർ ഏതാ 7 അല്ലെ. അതിന്റെ അർത്ഥം സ്വീറ്റിന്റെ നമ്പർ 7 ആണ്. അടുത്തത് ഇത് രണ്ടും കൂടെ നോക്കിയാലോ, ഈസ് അല്ലെ, ഈസ് കോമൺ ആണ്. ഈ കോഫി ഈ സ്വീറ്റിലും ടീ ഈ ഹോട്ടിലും ഈസ് കോമൺ. അപ്പൊ ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ 3. അപ്പൊ ഈസ് ആണ് 3. ഓക്കെ, അടുത്തത് ഇനി ഇത് രണ്ടും കൂടെ നോക്കിയാലോ, ഹോട്ട് കോമൺ ഉണ്ട്. ആദ്യത്തതും അവസാനത്തോട് നോക്കിയാൽ ഹോട്ട് എന്ന് പറഞ്ഞ ലെറ്റർ കോമൺ ആണ്. അതിലേതാ വരുന്നത് 6 കോമൺ. അപ്പൊ ഹോട്ട് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ കോഫി ഈസ് ഹോട്ടില് 3ഉം 6ഉം കിട്ടി കഴിഞ്ഞു. 3, 6 അങ്ങനെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 3 ആണ്. 5, 3, 6 അല്ലെ. നമുക്ക് നോക്കാം, കോഫിയും കൂടെ നോക്കിയാല് നോക്കിയേ, സ്വീറ്റ് കിട്ടി ഇത് 7, ഈസ് കിട്ടി ഇത് 3. അപ്പൊ 7ഉം 3ഉം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 5. കോഫിയുടേത് ഏതാണ് 5 ആണ് അല്ലെ. കോഫിയുടേത് 5 അല്ലെ. 5, 3, 6. അപ്പൊ കോഫി ഈസ് ഹോട്ട് പറഞ്ഞാൽ 5, 3, 6 എന്നാണ് കോഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത് നമ്മുടെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിൽ നിന്ന് ചോദിച്ച 5 ക്വസ്റ്റ്യൻസ് ആണ്. ഏജ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നിന്നുണ്ടായിരുന്ന ചോദ്യം, അതുപോലെ തന്നെ കോഡിങ് അല്ലെ, പിന്നെ ഡയറക്ഷൻ അല്ലെ, പിന്നെ സീരീസ്, അതുപോലെ തന്നെ ബോട്ട് ആൻഡ് സ്ട്രീംസ്. അപ്പൊ ഇതേപോലുള്ള നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചാൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ജൂൺ ബാച്ചിലേക്കുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ പേപ്പറും അതുപോലെ തന്നെ പേപ്പർ 2 ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.